താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ അപ്പീൽ തള്ളി ഹൈക്കോടതി വിധി സർക്കാരിന് വിജയമാണ്. താൽക്കാലിക വിസിയുടെ കാലാവധി 6 മാസമായി പരിമിതപ്പെടുത്തുകയും സ്ഥിരം VC നിയമനം വേണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തപ്പോൾ സർക്കാരിൻ്റെ വിജയം പൂർണ്ണമായി. അപ്പീൽ തള്ളിയതോടെ ഗവർണറുടെ അടുത്ത നീക്കം എന്താണെന്നാണ് ആകാംക്ഷയോടെ കലാശാലകൾ കാത്തിരിക്കുന്നത്. ഗവർണറുടെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന് രാഷ്ട്രീയവും ഭരണപരവുമായ മാനങ്ങളുണ്ട്. വിധി വന്നതോടെ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക VC നിയമനങ്ങൾ അസാധുവായി. സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ K ശിവപ്രസാദും ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസും VCമാർ അല്ലാതായി കഴിഞ്ഞു. ഇത് സർക്കാർ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന നടപടിയാണ്. സർക്കാർ നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്ന് തന്നെ താൽക്കാലിക VCമാരെ നിയമിക്കണമെന്ന കോടതി ഉത്തരവ് പുതിയ നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാരിനെ സഹായിക്കും. VCമാരുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള ഒരു ശ്രദ്ധേയമായ വിധിയായിട്ട് വേണം ഇതിനെ കാണാൻ. അതിനനുസൃതമായി തന്നെ അടിയന്തരമായി പുതിയ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിൽ നിന്ന് വരും. അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ചാൻസലർ തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക VC നിയമനം സംബന്ധിച്ച് സർക്കാർ ഉന്നയിച്ച വാദങ്ങൾ കോടതിയും ശരിവെച്ചത് രാഷ്ട്രീയ വിജയമാണ്. തുടർ പോരാട്ടത്തിൽ ഈ വിധി ഉയർത്തിക്കാട്ടാനാകും. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. ഹൈക്കോടതി വിധിയോടുള്ള പ്രതികരണത്തിൽ സർക്കാരിനെയും ഗവർണറെയും ഒരുപോലെ വിമർശിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇതുപോലെ കുളമായ ഒരു കാലഘട്ടം ഉണ്ടാവില്ല. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ഗവർണറും സർക്കാരുമാണ്. ഇവർക്കാർക്കും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ താല്പര്യമില്ല. ഡിവിഷൻ ബെഞ്ച് വിധിയോട് രാജ്ഭവൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം.